കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ടർഫ് കോർട്ടിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പ്രൗഢമായ ചടങ്ങിൽ കേരള സംസ്ഥാനത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഈ നാടിനായി സമർപ്പിക്കപ്പെടുകയാണ്. നിരവധിയായ ഗ്രൗണ്ടുകളും കളിസ്ഥലങ്ങളും കുടിവെള്ള പദ്ധതികളും ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ വികസന വിപ്ലവത്തിന്റെ വസന്തകാലം സമ്മാനിച്ച് ശ്രീ P.A.M. ബഷീറിന്റെ നേതൃത്വത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിമനോഹരമായ ടർഫ് കോർട്ടും ഓപ്പൺ ജിമ്മും ഉദ്ഘാടനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ വൈകിട്ട് ഗ്രൗണ്ടിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അവർകൾ ടർഫ് കോർട്ടിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ അതിന്റെ ഏറ്റവും വലിയ പുരോഗതിയുടെ പാതയിലേക്ക് കേരള സംസ്ഥാനത്തിന് തന്നെ മാതൃകയാക്കി മാറ്റിയ നമ്മുടെ നാടിന്റെ വികസന നായകൻ ശ്രീ P.A.M. ബഷീർ അവർകൾ മുൻകൈയെടുത്ത് മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തിന് പോലും നടപ്പിലാക്കുവാൻ കഴിയാത്ത, നാളിതുവരെ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തും ഏറ്റെടുത്ത് നടത്താത്ത ആ വലിയൊരു പദ്ധതി കൂടി നമ്മുടെ നാടിന് സ്വന്തമാകുമ്പോൾ ഇതുപോലൊരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് നമ്മുടെ നാട് കാത്തിരുന്നത്. ശ്രീ P.A.M. ബഷീറിന്റെ ഇച്ഛാശക്തി കൊണ്ട് നാളിതുവരെ നമ്മുടെ നാട്ടിൽ നിരവധിയായ കുടിവെള്ള പദ്ധതികളും നിരവധിയായ കളിസ്ഥലങ്ങളും പുതിയ പുതിയ ഗ്രൗണ്ടുകളും ഗ്രൗണ്ടില്ലാത്ത ഇടങ്ങളിൽ പുതിയ സ്ഥലങ്ങൾ വാങ്ങി കുട്ടികൾക്ക് നൽകിക്കൊണ്ട് പുതിയ കാലത്ത് ലഹരിയുടെയും മറ്റ് അനാശാസ്യങ്ങളുടെയും പുതിയ കാലഘട്ടത്തിലെ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ സമൂഹത്തിന് തിരികെ നൽകി അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പുതിയ തലമുറകളെ കൂടി ചേർത്ത് നിർത്തുന്ന ഒരു പുതിയ വികസന സംസ്കാരം നമ്മുടെ നാടിന് സമ്മാനിച്ചിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ P.A.M. ബഷീർ. ഇപ്പോൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തി ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ടർഫ് കോർട്ടും ഓപ്പൺ ജിമ്മും നാളെ വൈകിട്ട് കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അവർകൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മുടെ കുട്ടികൾക്കായി സമർപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും അവരുടെ സർഗവാസനകളെ അവരുടെ കായികക്ഷമതയെ പരിപോഷിപ്പിക്കുവാനും കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അത്യാധുനിക നിലവാരത്തിൽ പുതിയ കാലത്തെ കുട്ടികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പണിപൂർത്തീകരിച്ചിരിക്കുന്ന ടർഫ് കോർട്ട് നാളെ നാടിനായി സമർപ്പിക്കപ്പെടും. ആരോഗ്യ പരിപാലനത്തിന് കണക്കില്ലാതെ പണം ചെലവഴിക്കേണ്ടി വരുമ്പോൾ സൗജന്യമായി ഉപയോഗിക്കുവാനുതകുന്ന ഓപ്പൺ ജിമ്മും നമ്മുടെ നാടിന് സമ്മാനിച്ചിരിക്കുകയാണ്. ശ്രീ P.A.M. ബഷീർ അവർകളുടെ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ വാഗ്ദാനം ചെയ്ത എല്ലാ പദ്ധതികളും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എടുക്കുമ്പോൾ വികസന പെരുമ കൊണ്ട് പുകൾപെറ്റ നാടായി നമ്മുടെ നാടും ചരിത്രത്തിൽ രേഖപ്പെടുമെന്നത് തീർച്ചയാണ്. കേരള സംസ്ഥാനത്തുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പദ്ധതി നിർവഹണത്തിൽ 1ാം സ്ഥാനം കരഗതമാക്കി നമ്മുടെ എല്ലാം അഭിമാനമായി മാറിയിരിക്കുകയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തിനും നാളിതുവരെ സാധിക്കാത്ത വലിയൊരു പദ്ധതി നമ്മുടെ കയ്യെത്തും ദൂരത്ത് ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പണിപൂർത്തീകരിച്ചിരിക്കുന്ന ടർഫ് കോർട്ടിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം നാളെയുടെ സായം സന്ധ്യയിൽ കേരള സംസ്ഥാനത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അവർകൾ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മുടെ നാടിനായി സമർപ്പിക്കപ്പെടുകയാണ്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രിയങ്കരനായ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും കോതമംഗലത്തിന്റെ MLA ശ്രീ ആന്റണി ജോണും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P.M. മജീദും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം പങ്കെടുക്കുന്ന ചടങ്ങിൽ നാളെയുടെ സായം സന്ധ്യയെ സാക്ഷിയാക്കി ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പണിപൂർത്തീകരിച്ച ടർഫ് കോർട്ടിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം കേരള സംസ്ഥാനത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അവർകൾ നിർവഹിക്കുമ്പോൾ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാകുവാൻ മുഴുവൻ ബഹുജനങ്ങളെയും നാളെ വൈകിട്ട് 6 മണിക്ക് ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്.